ഹായ് ഫ്രണ്ട്സ്, താരൂസ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി അട റൈറ്റാണ് കേട്ടോ. അതായത് നമ്മൾ രാവിലെയൊക്കെ ദോശ ബാക്കി വരുമല്ലോ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്. അപ്പം നമുക്ക് ടച്ചിങ്സിനൊക്കെ എടുക്കാൻ പറ്റിയിട്ട് കിഡിലെന്നൊരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ദോശപ്പരക്ക് നമുക്ക് തട്ടാടിയിൽ നിന്നൊക്കെ കിട്ടുമല്ലോ, അത് കണക്കത്തെ കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ ഉള്ളി കുനുകുനാന്നരിയണം കേട്ടോ. അതും പിന്നെ പച്ചമുളകും ചെറുതായിട്ട് അരിയുക. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ തക്കാളി, ഉള്ളി, പച്ചമുളകൊക്കെ നമ്മൾ ഒരു പാത്രത്തിലാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടി ഇടണം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഉപ്പിട്ടു. ഇനി ഇത് നന്നായിട്ട് ഇളക്കാം. ഉള്ളിയും തക്കാളിയും അത് ആവുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പണി ചെയ്യണം. അതായത് ഇത് പൊരിച്ച ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊന്ന് ജാറിൽ ഒന്ന് കറക്കിയെടുക്കണം, ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇത് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ചിക്കൻ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇല്ലെങ്കിൽ മുട്ട ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പം എൻ്റെ കയ്യിൽ ചിക്കൻ ഉണ്ടായതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഓപ്ഷനാണെന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇട്ടു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മൾ പൊടിച്ചെടുത്ത ചിക്കൻ കേട്ടോ. ഇനി നമുക്ക് തക്കാളി, ഉള്ളി നോക്കണം. അപ്പോൾ ഉള്ളി തക്കാളിയൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ചേർക്കണം. അപ്പം മുളക് പൊടിയാണ് കേട്ടോ. അളവൊന്നുമില്ല, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള എരിവിനനുസരിച്ച് ഇടുക കേട്ടോ. അപ്പോൾ മുളക് പൊടി ചേർത്തു. അടുത്തത് മല്ലിപ്പൊടിയാണ് കേട്ടോ, മഞ്ഞൾപ്പൊടി. പിന്നെ അടുത്ത സാധനം നമ്മൾ ഇടുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ ഇടുന്നത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണേ. നല്ല മണം, ആ ചിക്കൻ മസാല ഇട്ടപ്പോൾ തന്നെ അടിപൊളി മണം വന്നിട്ടുണ്ട് കേട്ടോ. ആണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ദോശ കേട്ടോ. രാവിലെ ബാക്കി വന്ന ദോശയാണിത്. അപ്പോൾ അത് ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞിട്ടുള്ള ദോശയാണ് കേട്ടോ ഇത്. ഈ ദോശ നമ്മൾ ഇതിനകത്തോട്ട് ഇടുകയാണ് കേട്ടോ. കുറച്ചിടുക, എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഇടാം കേട്ടോ. നമുക്ക് ഇതിനകത്തോട്ട് ഇടാനുള്ളത് ചിക്കനാണ് കേട്ടോ. നമ്മൾ നേരത്തെ അടിച്ചു വെച്ചില്ല, അതാണ് കേട്ടോ. അപ്പോൾ ആ ചിക്കനും കൂടി ഇതിനകത്തോട്ട് ഇടുകയാണേ. ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. അടിപൊളി മണം വരുന്നുണ്ട്. അടുത്തത് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് അറിയോ? ഇപ്പം ഞാൻ ചിക്കൻ നമ്മൾ അടിച്ചു വെച്ചത് ചേർത്തല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ ബീഫ് നമ്മൾ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബീഫ് കറി നമുക്ക് അതിനകത്തോട്ട് വയ്ക്കാം. അതുപോലെ തന്നെ ചിക്കൻ കറീൻ്റെ ചാറ് നമുക്ക് അതിനകത്തോട്ട് വയ്ക്കാം. അല്ലെങ്കിൽ കറി അതായത് കഷ്ണങ്ങളോട് കൂടിയിട്ടൊക്കെ നമുക്ക് അതിനകത്തോട്ട് ഒഴിക്കാം. അപ്പം ഞാൻ ചിക്കൻ്റെ ചാറാണ് കേട്ടോ അതിനകത്തോട്ട് ഒഴിക്കുന്നത്. ഒഴിച്ചു. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കാണാൻ മാത്രമല്ല, കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
നമുക്ക് ദോശ ബാക്കിയുള്ളതൊക്കെ നമ്മളെടുത്ത് ചാടുന്നുണ്ടെങ്കിൽ ശരി, എന്താ പറയുക, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആക്കിയിട്ട് കഴിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതിൽ പറയാണ്, എന്തായാലും ദോശ ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി വെക്കാം. ഓക്കെ.